കൂട്ടുകാരെ, ഇതൊരു പപ്പടക്കറിയായിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പപ്പട പൂട്ട് എന്നാണ് കേട്ടോ പറയാം. ഇത് ഞങ്ങൾ പപ്പടം ഉണ്ടാക്കുന്ന അവിടെ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ചെറിയുള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ പപ്പടം വറുത്തെടുക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ പോയിട്ട് പപ്പടപ്പൂട്ട് എന്ന് പറയുമേ. അപ്പോൾ അതൊരു 30 രൂപയ്ക്ക് ഞങ്ങൾ മേടിക്കും. അത് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ മാവ്, അതുപോലെ കുഴച്ചൊരു മാവായിരിക്കും. അത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെറുതാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാനിടുകയെന്ന് ചെയ്യണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉച്ച വരെ ഒന്നും വെയിലത്തൊന്ന് ഉണക്കിയെടുക്കും. എന്നിട്ടാണ് ഇത് കറി വയ്ക്കണേ കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മൂമ്മ ഇതൊക്കെ എല്ലാം എടുത്ത് പാകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അമ്മയും അമ്മൂമ്മയും കൂടെ. അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നിങ്ങൾ കടയിൽ ഉണ്ടാക്കുന്ന അവിടെ പോയിട്ട് ചോദിച്ചാൽ മതി. പപ്പടപ്പൂട്ട് എന്നാണ് പറയുക. ഞങ്ങൾ ഈ കറിക്ക് പപ്പടപ്പൂട്ട് എന്നാണ് പറയുക. അതെന്താ മലയാളം വീടാണോ തമിഴ് വീടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ പറയാം. അപ്പോൾ ഇതുപോലെ പപ്പടം ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് പൊള്ളി വരണം കേട്ടോ, അല്ലെങ്കിൽ പൊള്ളാതെ ചൂടില്ലാത്ത എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. അത് വെച്ചാൽ കറി വയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും, നന്നായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊള്ളി വരണം കേട്ടോ. അങ്ങനെ നമ്മൾ പപ്പടം നല്ല രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എണ്ണ തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ എണ്ണയിലോട്ട് കുറച്ച് ഉലുവയും കുറച്ച് കടുകൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കടുകില്ലാതെ പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇടുന്നത് ചെറുള്ളിയാണ്. സവോള ഇടണം, ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള ഇടാം, പക്ഷേ ചെറുള്ളിയാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അത് നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇടുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫിഷ് മസാലയ്ക്ക് ഇടാം, കുറച്ചൊന്നും കൂടി നന്നായിരിക്കും. ഫിഷ് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നുള്ളൂ കേട്ടോ. അതെല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പുളി, നിങ്ങളുടെ വീട്ടുകാർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഇവിടെ പപ്പടമൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് വേവുന്നൊരു ടൈമിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിൽ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു നിന്ന് അത് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സമയത്താണ് ഉപ്പും പുളിയൊക്കെ നോക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തേങ്ങയില്ലാത്ത കറി വേണം വെച്ചാൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വയ്ക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ തേങ്ങ ഇടുന്നുണ്ടെന്ന് മാത്രം. തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള പപ്പടപ്പൂട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോട് കഴിക്കാനും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരണേ. ഇത് നമ്മളുടെ പപ്പടക്കടയിൽ പോയിട്ട് പപ്പടപ്പൂട്ട് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാ.